ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്ര പ്രാധാന്യമുള്ളൊരു മണ്ണിലേക്കാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BC കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആര്യമൗര്യ കാലഘട്ടത്തിലുള്ള ആ ഒരു കാലഘട്ടത്തിലെ കുറച്ച് ശേഷിപ്പുകളേ ഉള്ളൂ. അത് ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആർക്കിയോളജി സർവേയുടെ കീഴിലായതുകൊണ്ട് അവർ വളരെ മനോഹരമായിട്ട് ഇന്ന് ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഇത് പറഞ്ഞു തരാം. ഇതൊരു നഗരത്തിൻ്റെ പ്രധാന മധ്യത്തിൽ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇത് പട്ന നഗരത്തിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന ചരിത്രം ഉറങ്ങുന്ന ഒരു പ്രത്യേക ഇടമാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പാർക്കായിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. വലിയൊരു പാർക്കിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം ചെയ്തത്. ഖനനം ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള വസ്തുക്കളെ അവിടെ തന്നെ അവർ സംരക്ഷിച്ച് അത് വലിയൊരു പാർക്കായിട്ട് അവരാക്കി ജനങ്ങൾക്ക് കാഴ്ചയ്ക്ക് വേണ്ടി ഇത് ഓപ്പണായി ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇതാണ് എൻ്റെ ഹിസ്റ്ററിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഹിന്ദി ഇംഗ്ലീഷ് രണ്ട് ഭാഷയിലും ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടുമായിട്ട് വേണമെങ്കിലും വായിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടുണ്ട് എന്നാണെന്ന് എപ്പോഴാണെന്ന് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ഈ കാണുന്നതാണ് മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മളിതിലൂടെ നമ്മൾ മെയിനായിട്ട് എൻട്രി എടുക്കുന്നു, ഉള്ളിലേക്ക് കിടക്കുന്നു. വിശാലമായൊരു പാർക്കാണ്. വിശാലമായെന്ന് പറഞ്ഞാൽ വിശാലം ഏക്കർ കണക്കിന് കിടക്കുന്നൊരു വലിയൊരു പാർക്ക്. നമുക്ക് രാവിലെ വന്ന് ഇവിടെ ഇരിക്കുന്നതിനോ ചാടുന്നതിനോ ഓടുന്നതിനോ ഒക്കെ ഫ്രീ ആണ് 12 മണി വരെ. അത് കഴിഞ്ഞാൽ പിന്നെ 12 മണി മുതൽ 5 മണി വരെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. 25 രൂപ ഇന്ത്യൻസിന്, 300 രൂപ വിദേശികൾക്ക്. ഇതുണ്ട് ഈ കാണുന്ന ഓരോ ഫോട്ടോകൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ അതിൻ്റെ പേരുകളും ഡീറ്റെയിൽസും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് കളറില്ലാത്ത ഫോട്ടോകളാണ്. ഇതൊക്കെ BC കാലഘട്ടത്തിലെ ഫോട്ടോകളാണ്. ഇപ്പോഴത്തെ ഒന്നും ഫോട്ടോകളൊന്നുമില്ല. അന്നത്തെ ചരിത്രമായി കാണുന്ന നമ്മൾ പണ്ട് ഹിസ്റ്ററി പുസ്തകത്തിൽ പഠിച്ച സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ ഇന്ന് നേരിട്ട് കാണുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ കാര്യമാണത്. ഈ കാണുന്ന കാഴ്ചയാണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത്. 80 പില്ലറുകളുള്ള ഒരു വലിയ ഹോള്. അതവരുടെ മെയിൻ കേന്ദ്രമായിരുന്നു. ആര്യ രാജാവ് കാലഘട്ടത്തിലുള്ള നമ്മുടെ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അത് അവരുടെ മെയിൻ ഇതായിരുന്നു, അവരുടെ ദർബാറായിരുന്നു അത്. അതിൻ്റെ പില്ലറിൻ്റെ ശേഷിപ്പുകളാണ് ഈ കാണുന്നത്. ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണ് അവർ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് തൊടാനൊന്നും പറ്റത്തില്ല. ആ ഒറിജിനൽ പില്ലറിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണപ്പെടുന്നത്. ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഈ നമ്മൾ അടുത്ത കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ തൂണുണ്ട്. ഇത് എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ ആ 80 തൂണുകളിൽ ഒരു തൂണായി കാണുന്നത്. ബാക്കി 79 തൂണുകൾ നശിച്ചുപോയി കാണുമായിരിക്കും. പക്ഷേ ഒരെണ്ണം രക്ഷപ്പെട്ട് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് അവശേഷിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ഖനനം ചെയ്ത് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ അവർ വളരെ ഇതായിട്ട് സേഫായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നോക്കിക്കുക, അത് ചുറ്റും ഇത് നമുക്കത് തൊടാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ ഉള്ളിൽ വെച്ച് കെട്ടി മേൽക്കൂരയൊക്കെ വെച്ചു വളരെ ഇതായിട്ട് ആ കമ്പിയൊക്കെ കൂട്ട് നല്ലതായിട്ട് സേഫാക്കി വെച്ചുകൊണ്ട് അതിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കത് തൊടാൻ പറ്റാത്ത രീതിയിൽ അവരത് ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിനകത്ത് എന്തോ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് ആ പില്ലറിൻ്റെ അകത്ത് എന്തോ എഴുതിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് എന്തോ നമുക്കറിയാൻ പറ്റത്തില്ല. ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല. ഉള്ള അറിവ് വെച്ച് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുകയാണ്. പിന്നെ നമ്മൾ അടിപൊളി ഒരു പാർക്ക് ആയതുകൊണ്ട് നമുക്ക് വെറുതെ നടക്കുന്നതിനായാലും വെറുതെ വന്നിരിക്കുന്നതിനായാലും ഓടാൻ, ചാടാം, എക്സർസൈസ് ചെയ്യാം, എന്ത് ഗെയിമുകൾ കളിക്കാം, അങ്ങനെ പലതായിട്ടുള്ള കളിക്കാനും ഇഷ്ടം പോലെ സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് നമുക്ക് വന്നിരിക്കുന്നതിനൊക്കെ നല്ലതാണ്. ഇവിടെ ഇഷ്ടം പോലെ വലിയ ക്രൗഡൊന്നുമില്ല. സെക്യൂരിറ്റി ഗാർഡൊക്കെ എപ്പോഴും ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട്. ഇവിടെ വലിയ ശല്യമൊന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി പാർക്കാണിത്. എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം പാർക്കിൻ്റെ ഭാഗമായിട്ട് അവർ മോഡിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇഷ്ടംപോലെ വൃക്ഷങ്ങളുണ്ട്. വൃക്ഷങ്ങളും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ശാന്തമായി പ്രകൃതി രമണീയമായിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന അരണമരം, ഞങ്ങളുടെ നാട്ടിലൊക്കെ അരണമരം എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ അശോക വൃക്ഷം എന്നാണ് പറയുന്നത്. അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലായതുകൊണ്ടായിരിക്കും. ഈ കാണുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോഗ്യ വിഹാർ എന്ന് പറയാം. അത് അന്നത്തെ കാലത്തെ ആശുപത്രിയുടെ ഭാഗമായി കാണുന്നത്. ബുദ്ധൻ മതത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. അവരുടെ ആ ഒരു ആശുപത്രി എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ആരോഗ്യ വിഹാർ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അതും അവർ അവർ കവർ ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്കതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ സാധിക്കത്തില്ല. ഈ ഒരു ആരോഗ്യ വിഹാറിൻ്റെ ഡീറ്റെയിൽ അവർ അത് 4-5 സെഞ്ച്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു BC കാലഘട്ടത്തിലുള്ളതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണിച്ചു വച്ചിരിക്കുന്നത്. അതും വളരെ മനോഹരമായിട്ട് അവർ സേഫ് ചെയ്തു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷിപ്പിക്കുന്ന ഖനനം ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഭാഗങ്ങളെല്ലാം അവരത് പ്രൊട്ടക്റ്റ് ചെയ്ത് അത്
വളരെ ഇതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മൊത്തം എനിക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും ഉള്ള ഭാഗം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇറങ്ങി വലിയൊരു വൃക്ഷമൊക്കെ കാണുന്ന അടിപൊളി ഒരു മരമാണിത്. ഇനി നമുക്ക് ഈ മരത്തിൻ്റെ ഒരു ഫുൾ വീഡിയോ ഡീറ്റെയിൽഡ് വരും. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ ഇനി അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഇത് ഇത്രയൊക്കെ കവർ ചെയ്യാൻ പറഞ്ഞത് ഒരുപാട് ഏരിയകളുണ്ടായിട്ട് നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ കഴിയത്തില്ല. സമയം നമുക്ക് തികയാത്തത് കൊണ്ട് നമ്മളത് ഇത്രയും ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു നല്ലൊരു ചരിത്ര വീഡിയോ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ ബാക്കി ഭാഗങ്ങൾ ഞാൻ കാണിക്കാം. ഇനി സമയം കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും ബായ്.